ഒരു പുതിയ ചുരിദാറോ അല്ലെങ്കിൽ ഒരു ടോപ്പോ തയ്ക്കുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് ചില ഓൾട്രേഷൻസിനകത്ത് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് എക്സൽ സൈസിലുള്ള ഒരു ടോപ്പ് മീഡിയം സൈസിലേക്ക് മാറ്റിയെടുക്കണം. ചിലതൊക്കെ അങ്ങനെയല്ലേ, കളർ നമുക്ക് ഇഷ്ടപ്പെട്ടേക്കാം, പാറ്റേൺ നമുക്ക് ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷെ നമ്മുടെ സൈസിനുള്ളതായിരിക്കില്ല. അപ്പോൾ ഇതേപോലെ ഓൾട്രേഷൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ക്ലോത്തിനെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ചീത്ത വശം മുകളിൽ വരുന്ന പോലെ ഇങ്ങനെ കൃത്യമായിട്ട് മടക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഷോൾഡറും ആം ഹോളും ഈ സൈഡ് പാർട്ടും എല്ലാം നന്നായിട്ട് ഈക്വലായിട്ട് തന്നെ ഫ്രണ്ടും ബാക്കും എല്ലാം വരുന്ന പോലെ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോൾഡർ തൊട്ടേ നമുക്കിത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. സെൻറ്റർ മാറിപ്പോവാതെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും ഇങ്ങനെയുള്ള ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യലും അഴിച്ചിട്ടൊക്കെ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. ഇത് ഷോൾഡർ തൊട്ട് സ്ലിറ്റ് വരെയൊക്കെ നമുക്ക് വണ്ണം കുറയ്ക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില കസ്റ്റമേഴ്സ് ഒരുപാട് പണിയൊന്നും പണിയണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡ് കൂട്ടി അങ്ങ് അടിച്ച് കുറയ്ക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഫുൾ ഓൾട്രേഷൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 7 ഇഞ്ച് നമ്മൾ മുകളിൽ കൊടുത്തല്ലോ, അതേ മെഷർമെൻറ്റ് തന്നെ താഴേക്കും നീട്ടി വരച്ച് ആം ഹോളും ചെസ്റ്റും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യാണ്. എങ്ങനെയാണോ നമ്മളൊരു നോർമലി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾഡർ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കം അല്ലെങ്കിൽ ആം ഹോൾ ഡെപ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചാണ്. ഈ ആം ഹോളിൻ്റെ ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് ലെങ്ത്ത്, ഹിപ്പ് ലെങ്ത്ത് അങ്ങനെയുള്ള മെഷർമെൻ്റാണ്. 13 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് കൊടുക്കുന്നത്, 20 ഇഞ്ചാണ് ഹിപ്പിൻ്റെ ലെങ്ത്, സ്ലിറ്റ് വരുന്നിടത്തെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ആ മാർക്ക് ചെയ്ത ആ പോയിൻറ്റ്സ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ട് വരച്ചെടുക്കണം. ഹിപ്പ് ലൈനും വരയ്ക്കുക, വേസ്റ്റ് ലൈനും വരയ്ക്കുക. നമ്മൾ ആം ഹോൾ ലെങ്ത് ആയിട്ട് കൊടുത്ത് 6 ഇഞ്ചിൻ്റെ അവിടെയും ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ വണ്ണം വരുന്ന ഭാഗത്തെ മാർക്കിങ്ങുകളെല്ലാം ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ ഇതിൽ ചെയ്യാറ്, നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ കൂടെ ലൈനിങ് ഉണ്ടെങ്കിൽ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യും. എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ബസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും. ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ച് മാത്രമേ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇവിടെ ഹിപ്പിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ 8 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ബസ്റ്റ് ലൈൻ്റെ മാർക്കിങ്ങിൽ, അതായത് മുകളിലത്തെ നമ്മൾ 6 ഇഞ്ച് ലൈൻ വരച്ചില്ലായിരുന്നോ, ആം ഹോൾ ലെങ്തിൽ ലൈൻ വരച്ചല്ലോ, അവിടെ ഞാൻ 9 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പുമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷമുള്ള 1.5 ഇഞ്ച് തയ്യൽ തുമ്പെന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഫിനിഷ്ഡാണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് തയ്യൽ അഴിക്കേണ്ടതായിട്ട് വരുവേ. അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കവിടെ കേവ് കിട്ടത്തില്ല, താഴേക്ക് ചരിഞ്ഞു പോകും. അപ്പം നിങ്ങളുടെ കേസിൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയ ശേഷം മാത്രമേ അതിൻ്റെ മാർക്കിങ്ങിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതേപോലെ തന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ആം ഹോള് മെഷർ ചെയ്ത് കറക്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ എനിക്ക് ലൂസ് ഉൾപ്പെടെ കിട്ടേണ്ട ആം ഹോൾ റൗണ്ടിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ അളന്ന് നോക്കുമ്പോഴത്തേന് എനിക്ക് 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതായത് 6 ഇഞ്ച് ആം ഹോൾ ലെങ്തിൻ്റെ ലൈനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വണ്ണം 9 ഇഞ്ച്. അപ്പോൾ ഇത് തമ്മിൽ ആം ഹോൾ മാച്ചായി 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഷേപ്പുകളൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ കാണുന്നില്ലേ, ഈ സ്കെയിലാണ് മാസ്റ്റർ സ്കെയിൽ. നമുക്ക് ഈ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട പരിപാടികളെല്ലാം ഇതിൽ നടക്കും. ചുരിദാർ ആയിക്കോട്ടെ, ബ്ലൗസ് ആയിക്കോട്ടെ, ചില സാഹചര്യങ്ങളിൽ പാൻറ്റും നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് മാർക്കിംഗ് എല്ലാം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പും ഇതേപോലെ തന്നെ കണക്ട് ചെയ്ത് വരച്ചെടുക്കണേ. അപ്പം നമുക്ക് ലെങ്ത്തിൽ എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യണം. അതായത് ഷോൾഡർ നമുക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് കാരണം നമുക്ക് ഷോൾഡറിന് തയ്യൽ തുമ്പ് കൊടുക്കണ്ടല്ലോ. പിന്നെ പോയിട്ട് താഴെ മടക്കി അടിക്കാനുള്ള ഭാഗം, ഇപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് താഴെ ഭാഗം മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ഇപ്പോൾ കട്ട് ചെയ്യരുത്, ഇതിങ്ങനെ നിൽക്ക വെച്ച് തന്നെ നമുക്ക്
സ്ലീവിനെ വേണം ആദ്യം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ബോഡിക്ക് അനുസരിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ആ ബോഡി പാറ്റേൺ അനുസരിച്ചിട്ടുള്ള സ്ലീവും നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നൊന്നും ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓൾറെഡി നമ്മൾ ചാനലിനകത്ത് സ്ലീവിൻ്റെ കട്ടിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വരച്ച് വെച്ച സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ബോഡി പീസും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത മാർക്കിങ്ങിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടണം. അത് സ്ലീവിലും കുഴിച്ച് വെട്ടണം, ബോഡി പീസിലും കുഴിച്ച് വെട്ടണം. കാരണം ഇത് നമ്മൾ രണ്ടാമത് വരച്ചിരിക്കുന്ന മാർക്കിംഗ് ആണല്ലോ. ഇനി പ്രത്യേകം ഓർക്കേണ്ട കാര്യം, എങ്ങനെയാണോ നമ്മൾ ലൈനിങ് ടോപ്പ് തയ്ക്കുന്നത് അതേപോലെയാണ് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പും. ഇവിടെ പുതിയതാണെന്നോ പഴയതാണെന്നോ ഓൾട്രേഷൻ ആണെന്നോ ഉള്ളൊരു വ്യത്യാസം ഇല്ല കേട്ടോ. നമ്മൾ സൈഡ് ഒതുക്കിയൊക്കെ കൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നം, ഉള്ളിൽ ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കും. ആളിടുമ്പോൾ അതൊരു ഷേപ്പില്ലാതെ പോലെ തോന്നും. അപ്പോൾ ഉള്ളിൽ തുണി ഒരുപാട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുറമേക്കും അതിൻ്റെത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി തൊട്ട് ആരെങ്കിലും നിങ്ങളോട് ഇതുപോലുള്ള ഓൾട്രേഷൻസിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ചാർജ് മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പം നെക്കും ഷോൾഡറും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടവും നമ്മൾ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. പിന്നെ പണ്ടെപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തൊരു മെത്തേഡുണ്ട്. അതായത് നമുക്ക് എത്ര കണ്ടും കുറയ്ക്കണോ അതനുസരിച്ചിട്ട് ടോട്ടലി നമ്മളതൊന്ന് ടക്കിട്ട് കൊടുത്ത് കുറയ്ക്കുന്നൊരു പരിപാടി. എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതിനൊരു പ്രത്യേകിച്ച് ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഷോൾഡറും കറക്റ്റ് ബോഡിക്ക് അനുസരിച്ച് ചെയ്ത് തരണം എന്ന് പറയുന്ന കേസിലെല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ നമ്മളത് തയ്ച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഞാൻ ചാർജ് ചെയ്യുന്നത് 400 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിനകത്ത് നമുക്ക് എത്ര രൂപ ചാർജ് ചെയ്യാമെന്നുള്ളതൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ടാറ്റാ.